അതിന് മുമ്പ് കേളി ഹെയറിന് പെട്ടെന്ന് ഇത്ര ഗ്രോത്ത് വരത്തില്ലല്ലോ. ഗ്രോത്ത് മാത്രല്ല, അതിന്റെ പോയ ഒരു പോസൊന്നും ഒരു സ്ഥലത്തുനിന്ന് പോലും ഫില്ലാവാതിരുന്നിട്ടില്ല. ഇവിടെ എല്ലാം ഫില്ലായിട്ടല്ലേ, ഇത്രയായിട്ടുണ്ട്. അപ്പൊ ഇത്രയും മുടി വളർന്നു. ഇത് ഇച്ചിരി മുടിയാണ്, ഇത്രയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇതിപ്പോ നമ്മുടെ അപ്ഡേഷൻ ഇത് ഇത്രയേ ഉള്ളൂ, ഇനി വേറെ ഒന്നും ഇല്ല ഫില്ല. ഇത് ഇത്രേ ഭാഗ്യമുള്ളൂ. അത് ഇപ്രാവശ്യം ഫില്ല. പിന്നെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, വേറെ മാറ്റമൊന്നുമില്ല. അത് ഓക്കെയാണ്. വോളിയം പ്ലസ് സ്മൂത്തനിങ് സേവ് ചെയ്യാം. മുടി ലവർ ആയതുകൊണ്ട് മുടി പോവാതെ ചെയ്തു നോക്കാം നമുക്ക്. ഒരുപാട് പേര് ചോദിക്കൂലേ കേളി ഹെയർ വളരുമെന്ന്. ഇത് ഇത്രയും മുടി ഇപ്പൊ നമുക്ക് നോക്കി അറിയാം. കഴിഞ്ഞ ഏപ്രിൽ ചെയ്തതാണ്. ഇത്രയും മുടി ഇതിനകത്ത് വളർന്നുണ്ട്. ഈ മുടിയാണ് താഴേക്ക് ഇതായത്. അന്ന് നമ്മൾ ഓളിയോ മാക്സിമം ഈ മുടിക്ക്, കാരണം അത്രയും കേളി ഹെയർ ആയതുകൊണ്ട് മാക്സിമം ഓളിയോവും അതിനനുസരിച്ച് സ്മൂത്തും കംപ്ലീറ്റ് ഹെയർ കെയർ പ്രൊട്ടക്ഷൻ ഹൈ ഫ്രീക്വൻസി. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണ് ചെയ്തത്. ഈ ഒരു വർഷം കൊണ്ടുള്ള ഹെയർ ഗ്രോത്ത് ആണിത്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി സ്കാൽപ്പ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കൈയും പ്ലസ് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. നോർമലി ഉള്ള ഹെയർ പോലെ അല്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വെള്ളം കുടിക്കാത്തതിനും സൂക്ഷിക്കാത്തതിനും മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമില്ലായിരുന്നു. ഇനി ഇത് സ്കാൽപ്പ് ഗ്യാപ്പ് ഇല്ലായിരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ലെങ്ത്, ഏകദേശം ഇത്ര ലെങ്ത് ഉണ്ടായിരുന്നു. ഇനി മൊത്തം ഫില്ലായി ചെറിയതായിട്ട് ഫില്ലായതല്ല, ഒരു ശകലം മീൻസ് ഗ്യാപ്പ് പോലും ഇല്ലാതെ എല്ലാം. ഇനി ഇവിടെ ഇത്തിരി മാത്രം. അതിപ്പോ ഒരു നമ്മൾ സെക്കൻഡ് സിറ്റിങ്ങിൽ വരുന്നതിന് മുമ്പ് അതൊക്കെ ഇല്ല. എന്ത് പറയണോ? ഹാപ്പി അല്ലേ? നെക്സ്റ്റ് താഴെ വരെ വരട്ടെ, ഇതിലും താഴെ വരെ വരട്ടെ. ഇപ്രാവശ്യം ഇതിനൊക്കെയാണ് ചെയ്ത്. അല്ല ശരി, കിടന്ന് സ്റ്റൂളൊക്കെ ഓക്കെ അല്ലേ മേഡം? താങ്ക് യു സോ മച്ച്.